നമസ്കാരം. ഇന്ന് എന്നോട് കൂടെ ഉള്ളത് പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ തന്നെ BJPയുടെ ഒരു കരുത്തുറ്റ സ്ത്രീ ശബ്ദമാണ് ശോഭാ സുരേന്ദ്രൻ എന്നത്. മത്സരിച്ച ഓരോ ഇലക്ഷനിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ശോഭ ചേച്ചി എന്ന് പറയുന്നത്. ശോഭ ചേച്ചി നമസ്കാരം. അപ്പോ വീണ്ടും പാലക്കാട്ടിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോ ഒരുപാട് കാലങ്ങളായി LDFും UDFും മാറി മാറി ഭരിച്ചൊരു മണ്ഡലമാണ്. അപ്പോ ജനങ്ങളോട് ചേച്ചിക്ക് എന്താണ് പറയുന്നത്? നമുക്ക് ഈ പാലക്കാടിന്റെ വികസനം എന്നുള്ളത് ഏറെക്കാലത്ത് സ്വപ്നമാണ്. രണ്ട് മുന്നണികൾക്കും ആ വികസനം ചെയ്യാൻ സാധിക്കാതിരുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, അവർ ഈ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയല്ല അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് 15 വർഷക്കാലത്തേക്ക് ജനം തെരഞ്ഞെടുത്ത ഒരു MLA വണ്ടി കയറി വടകരയ്ക്ക് പോയി. അദ്ദേഹം ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയുടെ ഒരു കോപ്പി ഞാൻ വേണമെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് കൈമാറാൻ തയ്യാറാണ്. പറഞ്ഞ 11 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. അതോടൊപ്പം തന്നെ അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നത് കൊണ്ട് ഈ MLAയോട് വിവേചനപൂർണമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. അതിനാണല്ലോ നമ്മുടെ ശബ്ദം, അതിനാണല്ലോ നമുക്ക് ഇച്ഛാശക്തി. അപ്പൊ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് കേരളത്തിന്റെ നിയമസഭയിൽ എണീറ്റ് നിന്നുകൊണ്ട് അവരുടെ MLAമാർക്ക് അതത് പ്രദേശങ്ങളിലെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്നതിന് തുല്യമാണ്. ഒരു MLA എന്നുള്ള രീതിയിൽ 5 കോടി രൂപയുടെ വികസനം പാലക്കാട്ടേക്ക് കൊണ്ടുവരുമെന്നുള്ളതല്ല, 700 കോടി രൂപയുടെ വികസന പ്രക്രിയ അത് 3 മാസം കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. 700 കോടിയുടെ വികസന പാക്കേജ് 100 ദിവസത്തിനകം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് MLA ആയി വിജയിച്ചാൽ എന്റെ പ്രവർത്തനത്തിന്റെ ആദ്യപടി എന്ന് പറയുന്നത്. അതിന് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ദേശീയ തലത്തിൽ നിന്ന് വാങ്ങാൻ, ദേശീയ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ, മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷകർക്ക് വേണ്ടി ഇന്നത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീമാൻ ശിവരാജ് സിംഗ് ചൗഹാൻജിയുമായിട്ട് ഇരുന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികളെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ള, ഇഷ്ടമുള്ള ഒരു വ്യക്തി. അദ്ദേഹം തീർച്ചയായിട്ടും കർഷകരുടെ കണ്ണീരൊപ്പുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളിലൂടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പാലക്കാട്ടേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ